നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഫെബ്രുവരി മാസം 23-ാം തീയതി 1199 ആണ്ട് കുംഭമാസം 10-ാം തീയതി വെള്ളിയാഴ്ചയാണ്. നല്ല ദിവസമാണ്. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് ആയില്യമാണ്. ആയില്യം ശുഭകാര്യങ്ങൾക്കെടുക്കുന്ന നക്ഷത്രമല്ല, ശുഭനക്ഷത്രമല്ല. ആയില്യ നക്ഷത്രത്തിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വെള്ളിയാഴ്ച നമ്മൾ എടുക്കുമ്പോൾ ശുക്രവാരം, ശുക്രഭഗവാന്റെ ദിവസമാണ്. മഹാമുനിയായ ശുക്രാചാര്യരുടെ ദിവസമാണ് വെള്ളിയാഴ്ച, ശുക്രവാരം. ശുക്രൻ സൗഭാഗ്യങ്ങളെ പ്രദാനം ചെയ്തു തരുന്ന ദശാനാഥനാണ്. സർവ്വ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്തു തരും, പുരോഗതിയെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ ശുക്രൻ്റെ ദിവസമാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ദിവസം. ശുക്രൻ എല്ലാവിധ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്ത് തന്നിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്ന നിങ്ങൾക്ക് അനുകൂലപ്രദമായി തന്നെ ഇരിക്കുവാൻ സംശയം വേണ്ട. സമ്പൽ സമൃദ്ധിയും മറ്റ് സൗഭാഗ്യപ്രദമായ അവസ്ഥകൾ, വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ, വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ കൊള്ളാവുന്ന വർഷം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിക്കൊള്ളണം. അത് വിജയസാധ്യതയുണ്ടാവും, അതിന് സംശയം വേണ്ട. പക്ഷേ ഇന്നത്തെ നക്ഷത്രം ശരിയല്ലാത്തത് കൊണ്ട് ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക് ആകിലും ഈ ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ആയില്യം നക്ഷത്രമാണ്. ആയില്യം പൊതുവേ അനുകൂലപ്രദമായ നക്ഷത്രമല്ല. അപ്പോൾ നമ്മൾ ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റുമെങ്കിൽ വിട്ടുനിൽക്കുക. ഇന്ന് ഭാഗ്യദായകമായി തീരാൻ വേണ്ടി ബർത്ത്ഡേ വന്നിട്ടുള്ളവരും അല്ലാത്തവരും ദേവീ ഭജനം നടത്തുക, ദേവിയെ ഭജിക്കുക, അമ്മയെ പ്രാർത്ഥിക്കുക. ദേവീക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ പോവുക, അല്ലാത്തവർ വീട്ടിൽ ഇരുന്ന് തന്നെ ദേവിയെ പ്രാർത്ഥിക്കുക. അതേപോലെ കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി ഒക്കെ നടത്തുക. അതിന് ഒപ്പം തന്നെ ദേവീ മന്ത്രം ഉരുവിടുക. ലളിതാ സഹസ്രനാമമോ ദേവീ മാഹാത്മ്യമോ വീട്ടിൽ ഇരുന്ന് വായിക്കുക. അതുപോലെ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൂടാൻ വേണ്ടി ചുവന്ന വസ്ത്രം, പട്ടുവസ്ത്രം ധരിക്കുക. ചുവന്ന പട്ടുവസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ നമുക്ക് ആ വസ്ത്രധാരണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുങ്കുമം നെറ്റി തൊടുകയോ ചുവന്ന പൊട്ട് തൊടുകയോ, അതുപോലെ ഒരു കർച്ചീപ്പെങ്കിലും ചുവന്ന കളറിലുള്ളത് സൂക്ഷിക്കുക. കാരണം നമ്മളിലേക്ക് ആ എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കും. അതുപോലെ ഇന്ന് ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നുള്ള അവസ്ഥ വന്നു പോയാൽ കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വന്നാൽ അഭിജിത്ത് മുഹൂർത്തം നോക്കി നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങണം. ഇന്ന് 12:14 തൊട്ട് 1:03 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയത്ത് നമുക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റിവെക്കാൻ പറ്റാതെ വന്നാൽ ഈ സമയം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, യാത്രയൊക്കെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് യാത്ര പോകുന്നവർ, പ്രത്യേകിച്ച് ദൂരയാത്രകൾ, വിദേശയാത്രകൾ, മറ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നവർ, മറ്റ് തീർത്ഥാടനങ്ങൾക്ക് പോകുന്നവരൊക്കെ രാവുകാലം നോക്കി പോകുന്നത് നന്നായിരിക്കും. ഇപ്പോൾ രാവുകാല സമയം വെള്ളിയാഴ്ച കലണ്ടറിൽ ഇട്ടിരിക്കുന്നത് 10:30 മണി മുതൽ 12 മണി വരെ എന്നാണ്. പക്ഷേ 10:30 തൊട്ട് 12 മണി വരെ അല്ല രാവുകാലം. ഇന്നത്തെ ഉദയത്തെ ആസ്പദമാക്കി 11:10 തൊട്ട് 12:38 വരെയാണ് രാവുകാല സമയം. അപ്പോൾ ഈ സമയത്തിന് പ്രാധാന്യം കൊടുക്കുക. മറ്റ് ശുഭകാര്യങ്ങൾക്ക് ഇന്ന് കൊള്ളൂല എന്ന് പറഞ്ഞു എങ്കിൽ പോലും 2 പ്രധാനപ്പെട്ട, നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പാടില്ലാത്ത 2 സമയമുണ്ട്. ഗുളികകാലവും യമകണ്ഠകാലവും. അപ്പോൾ ഗുളികൻ വിഷകാരകനാണ്. യമകണ്ഠനും അതുപോലെ തന്നെ നശിപ്പിച്ച് കളയും, ചെയ്യുന്നതിനെ ഇല്ലാതാക്കി കളയും. ഈ 2 സമയം കൊണ്ട്
ഇപ്പോൾ ഗുളികകാലം പറഞ്ഞത് 8:13 തൊട്ട് 9:42 വരെയും, യമകണ്ഠകാലം പറഞ്ഞത് 3:34 തൊട്ട് 5:03 വരെയും. ഈ സമയം നമുക്ക് ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്തേ തീരുള്ളൂവെങ്കിൽ അത് അഭിജിത്ത് മുഹൂർത്ത സമയത്ത് ചെയ്യുക. എങ്കിലും ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് നല്ലതാണ്. അപ്പോൾ ഈ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.